മുനമ്പം സമരം വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് സമരസമിതി. ബഹുഭൂരിപക്ഷം ക്രൈസ്തവ സഭകളുടെ പിന്തുണയോടെയാണ് സമരം. നിരാഹാര സമരം 233 ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് സമരം വിവിധ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നീക്കം. രേഷ്മ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രേഷ്മ, ഏതൊക്കെ തലത്തിലേക്കാണ് ഈ സമരത്തിന്റെ സ്വഭാവം മാറുക? വീണ, 233 ദിവസമായ ഇന്നു മുതൽ ഈ നിരാഹാര സമരം അത് വേറൊരു ഘട്ടത്തിലേക്ക് കടക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ മുനമ്പത്തെ സമരസമിതി തീരുമാനമെടുത്തിട്ടുള്ളത്. അതായത് ഈ വിവിധ ഘട്ടങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധ സംഗമങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് സമര പരിപാടികൾ സംഘടിപ്പിക്കുക. വിവിധ രൂപതകളുടെയും സഭകളുടെയും പിന്തുണ ഈ സമരത്തിന് ഉണ്ടാകും. കഴിഞ്ഞ ദിവസം 232 ദിവസമായ ഇന്നലെ മുനമ്പത്ത് നടന്ന ഒരു പ്രത്യേകമായിട്ടുള്ള നിരാഹാര സമരത്തിൽ നടന്ന ഒരു കൂട്ടായ്മ, അതായത് വിവിധ സഭകളുടെയും KRLCC, KCBC, അതോടൊപ്പം തന്നെ വരാപ്പുഴ അതിരൂപത, കോട്ടപ്പുറം രൂപത ഇവരുടെയൊക്കെ തന്നെ നേതൃത്വത്തിലാണ് ഇന്നലെ ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ആ കൂട്ടായ്മയിൽ അടക്കം എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ സമരം കൂടുതൽ ശക്തമാക്കുക. കാരണം നിലവിൽ മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ ഒരു സംയോജിതമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു നിഗമനം ആണ് നിലവിൽ മുനമ്പത്തെ സമരസമിതിക്ക് ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം ശക്തിപ്പെടുത്തുവാനായിട്ടുള്ള നീക്കം. അതുമാത്രമല്ല, ഇന്നലെ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ, അതായത് കോട്ടപ്പുറം രൂപത മെത്രാനായിട്ടുള്ള അംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞത് കൃത്യമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ നടപടികൾ വേഗം കൈക്കൊള്ളണം. കാരണം 232 ദിവസത്തോളമായിട്ട് ഒരു ജനത സമരം ചെയ്യുകയാണ്. വഖഫ് അധിനിവേശത്തിനെതിരായിട്ടുള്ള സമരമാണിത്. മൊത്തത്തിൽ രാജ്യം ഒന്നാകെ ഈ ഒരു സമരത്തെ ഏറ്റെടുത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ സർക്കാരിൻ്റെ നടപടികൾ വൈകുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇന്നലെ പ്രതിഷേധ കൂട്ടായ്മയിൽ ഉയർന്നു വന്ന ഒരു ആക്ഷേപം. എന്തായാലും ഇക്കാര്യത്തിൽ സമരം ശക്തമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ടാണ് മുനമ്പം സമരസമിതിയുടെ തീരുമാനം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ടേംസ് ഓഫ് റെഫറൻസിന് അപ്പുറത്തേക്ക് മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് പോകില്ല. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിൽ നിലവിൽ ഉന്നയിക്കപ്പെട്ടുള്ള ശുപാർശകൾ എന്ന് പറയുന്നത് മുനമ്പത്തെ ജനതയെ കുടിയൊഴിപ്പിക്കരുത് എന്നുള്ളത് മാത്രമാണ്. അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് നടപടികൾ കൈക്കൊള്ളണമെങ്കിൽ ഇനി ഹൈക്കോടതിയുടെ അനുമതി അത്യാവശ്യം തന്നെയാണ്. കാരണം ഹൈക്കോടതിയുടെ വിലക്കുണ്ട് ഈ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിന്മേലുള്ള വിലക്ക് അത് മാറ്റിയതിന് ശേഷം മാത്രമേ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാനാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ടേംസ് ഓഫ് റെഫറൻസിന് അപ്പുറത്തേക്ക് ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയെ ബോധിപ്പിച്ചത്. അതുകൊണ്ട് ഈ മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളൊരു ചോദ്യം കൂടി ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് സർക്കാരിൻ്റെ നടപടികൾ വേഗത്തിൽ കൈക്കൊള്ളണം എന്നുള്ളൊരു ആവശ്യം മുൻനിർത്തി ഈ വിവിധ സഭകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനമെമ്പാടും വ്യാപിപ്പിച്ചുകൊണ്ട് സമരം മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കത്തിലേക്ക് മുനമ്പത്തെ സമര ജനത കടക്കുന്നത്. ഓക്കെ, ശരി രേഷ്മ.